ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫൈഹാസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ സ്റ്റൈലിലുള്ള തട്ടുകട സ്പെഷ്യൽ സുഖിയൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് അതേ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് സുഖിയൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചെറുപയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ചെറുപയർ ഏകദേശം ഒരു 6 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയർ നല്ല സോഫ്റ്റ് ആയിട്ടും വരും, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ചെറുപയറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം, അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയറിൻ്റെ വേവ് കൂടിപ്പോവും. ഇത് ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു വിസിൽ വരുന്ന വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട്. കറക്റ്റ് ഒരു വിസിൽ വന്നപ്പോൾ തന്നെ ഞാൻ ഓഫാക്കി. പാകത്തിനാണ്, വെള്ളമൊക്കെ പാകത്തിനാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് വേവിന് നമ്മൾ വേവിച്ചെടുക്കുക. ഇതുപോലെ അധികം വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് ഏകദേശം 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കൂടുതൽ റോസ്റ്റായി പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ഈർപ്പം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 2 മീഡിയം സൈസിലുള്ള 2 അച്ച് ശർക്കര ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല ചൂടാറിയിട്ടുണ്ട് ശർക്കരപ്പാനി. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. സുഖിയൻ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. നമ്മൾ ചെറുപയർ വേവിക്കുമ്പോഴുള്ള വെള്ളവും അതുപോലെ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന വെള്ളവും കറക്റ്റായി നമ്മൾ ഒഴിക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡർ. ഞാനിത് പഞ്ചസാരയും കൂടെ കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നമ്മൾ മിക്സാക്കി എടുക്കുക. ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇപ്പോൾ പാകത്തിന് ശർക്കര ഒക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പാകത്തിന് ഉപ്പും അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടും പോകാൻ പാടില്ല, നല്ല ലൂസായിട്ടും പോകാൻ പാടില്ല. ഒരു മീഡിയം രീതിയിൽ നമ്മളിത് മിക്സാക്കി എടുക്കാൻ കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറുപയർ നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ഉരുളകളായിട്ടാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ 12 ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ആ ഒരു ബാറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അങ്ങനെ ഒന്നൊന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനത്തെ അടർത്തി കൊടുക്കുക, ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് ആ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.
അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഫയാസ് കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.